ലാൽ ജോസ് നമസ്കാരം. നമസ്കാരം. ഇക്ബാൽ കുറ്റിപ്പുറം സാറിനെയും കാണാൻ വന്ന് അറബിക്കഥ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് പോയി ജോലി ചെയ്യടാ, മനസ്സിൽ തോന്നുന്ന തീം എഴുതി വെച്ച് പിന്നെ ഒരു സമയം വരും, അപ്പോൾ ഒരു കഥയുമായിട്ട് വാ എന്നാണ് പറഞ്ഞു. 12 വർഷം എഴുതിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ജൂഡ് ആൻ്റണി സിനോപ്സിസ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേണു കുന്നുപള്ളി സാറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് മീറ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്കൊക്കെ എത്താൻ ഞങ്ങൾക്ക് എന്താണ് പ്രവാസികൾക്ക് മാർഗം? ഒരുപാട് കഥകളും ഒരുപാട് കലാകാരന്മാരുള്ള പ്രവാസി സമൂഹത്തിന് നിങ്ങൾക്കൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു 1 ലൈൻ സിനോപ്സിസ് സ്ക്രിപ്റ്റ് വേണ്ട, അത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തോളാം, അല്ലെങ്കിൽ അത് എത്തിക്കാൻ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇതൊന്നും ഇല്ലാതെ എനിക്ക് ഒരു ദിവസം മിനിമം ഒരു 100 സിനോപ്സിസുകളും സ്ക്രിപ്റ്റുകളും വരുന്നുണ്ട്. എനിക്ക് വെബ്സൈറ്റില്ല, ഒന്നുമില്ല. വാട്സാപ്പിലേക്ക് എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് ആൾക്കാർ അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്ന സ്ഥലങ്ങളിൽ അയക്കുന്നുണ്ട്. ആവശ്യക്കാരൻ അതിനുള്ള വഴി കണ്ടെത്തിക്കോളും. ഇവിടെ എത്തേണ്ട ആളാണെങ്കിൽ അവൻ ഇവിടെ എത്തിക്കോളും. അതിന് ഒരാളുടെ തേടി പിടിച്ച് സാർക്ക് ഇതൊരു തരണം എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഇതൊക്കെയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളുടെ പ്രവാസികൾ മാത്രമല്ല, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ലോണം പല ആളുകളുടെയും പുറകെ നടന്ന് ഒരു 10-20 ജോഡി ചെരുപ്പുകൾ തേഞ്ഞ് വള്ളി പൊട്ടിയിട്ടൊക്കെയാണ് ഓരോ സ്ഥലത്ത് എത്തുന്നത്. അപ്പം മെനക്കെടാൻ കഴിയാത്ത ആൾക്കാർക്ക് സേഫായിട്ടുള്ള സോണിൽ ഇരുന്നു കൊണ്ട് ഈ വള്ളത്തിലും കാലിട്ട് ആ വള്ളത്തിലും കാലിടുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയില്ലേ? അപ്പൊ അല്ല, അതാ പറഞ്ഞത്, സിനിമ വേണ്ട ആളുകൾ അതിൻ്റെ പിന്നാലെ എല്ലാം നഷ്ടപ്പെടുത്തി സാക്രിഫൈസ് ചെയ്തിട്ട് നടന്നാൽ കുറച്ച് ആളുകൾക്ക് കിട്ടും, കുറച്ച് ആളുകൾക്ക് കിട്ടില്ല. അതാണ് സിനിമ. അപ്പൊ തലവരല്ല, അതിനുവേണ്ടി ശ്രമങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ ഒരു ഒഴിവ് സമയങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു ഹോബിയല്ല. സിനിമ ഇസ് എ ഫുൾ ടൈം ജോബ്. അപ്പം അത് ഫുൾ ടൈം അതിന് വേണ്ടി തന്നെ ആയിരിക്കണം. അപ്പം പറഞ്ഞാൽ ഒരു ദിവസം ഒരു 8-10 കഥ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം അത്രയും ഇൻഫ്ലുക്സ് ഉണ്ട്. അപ്പം അതിന് എല്ലാവർക്കും അതിനുള്ള വരണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു പിന്നെ എല്ലാ ആളുകളുടെ കയ്യിൽ ഒരു കഥയുണ്ട്. ആ കഥ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസും വളരെ റെയറും ആയിട്ടുള്ളതാണെന്നാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അത് അയാൾ പറയുന്നത് ഇത് ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ലാത്ത കഥയാണ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു കഥ കേൾക്കാൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഒരു സംവിധായകൻ നോക്കുക. അതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവരുടെ കയ്യിലുള്ള കഥകളും സിനിമ ആയിക്കൊള്ളണമെന്നില്ല. സിനിമ ആവുമ്പോഴുള്ള ചോദ്യം, ഇത് കാണാൻ ഈ 3.5 കോടി ആളുകളെ പ്രേരിപ്പിക്കുന്ന എന്താണ് അതിലുള്ളതെന്നാണ്. ആ ചോദ്യം ചോദിക്കാതെ ഉണ്ടാവുന്ന സിനിമകളാണ് ഒരു ഷോ പോലും തികയ്ക്കാൻ ആളുകളില്ലാതെ പോകുന്നത്.